നമസ്കാരം സനോജി. നമസ്കാരം. ആദ്യമായിട്ട് വന്ദേമാതരം എതിർത്തതും വന്ദേമാതരത്തിന് നിരോധനം ഏർപ്പെടുത്തിയതും ബ്രിട്ടീഷുകാരാണ്. ഇന്ന് സന്ദീപ് വാചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് മുഹമ്മദ് റിയാസിനെയാണ്. മുഹമ്മദ് റിയാസിന് ഇന്നലത്തെ വന്ദേമാതരം കേട്ടപ്പോൾ ഹാലിളകി. എന്താണ് എന്നറിയില്ല. ഇനി വന്ദേമാതരം ഇസ്ലാമിക വിരുദ്ധമാണ് എന്നൊക്കെയാണ് മുഹമ്മദ് റിയാസിൻ്റെ വാദഗതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇപ്പോൾ ഇസ്ലാമിക കേന്ദ്രീകൃതമായി, ഇപ്പോൾ ലീഗുകാർക്ക് പോലും ഇത്ര പ്രശ്നമില്ല, അതിലും വലിയ പ്രശ്നമാണ് മുഹമ്മദ് റിയാസിന് ഉള്ളത്. എന്തായാലും അതിൽ ജാഗ്രതക്കുറവുണ്ടായി എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അല്ല, ഹരി ഇങ്ങനെ റിയാസ് ചൂണ്ടിക്കാട്ടി എന്ന് പറഞ്ഞ് വന്ദേമാതരം പാടാതിരുന്നോ? ഇല്ല, വന്ദേമാതരം പാടാതിരുന്നില്ല. ഇത് ഭാരതമാണ്, പാകിസ്ഥാനല്ല. അതാണ് റിയാസ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ദേശീയ ഗീതമാണ് വന്ദേമാതരം. അത് ജനഗണമനയും ഇതും എവിടെ പാടണം, എങ്ങനെ പാടണം, അത് ഭരണഘടന പോലും അംഗീകരിച്ചതാണ് അല്ലേ? പൊതുപരിപാടികളിൽ അത് മസ്റ്റായിട്ട് പാടണമെന്ന് അംഗീകരിക്കുന്നു. ഒരു പുതിയ ഭരണസമിതി കേരളത്തിൽ നിലവിൽ വരുന്നു. അതിൻ്റെ ആദ്യം വന്ദേമാതരം പാടി എന്ന് പറഞ്ഞ് എന്ത് അജണ്ടയാണ് അതിനകത്ത് ഒളിച്ചു കിടത്താൻ ശ്രമിച്ചത്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, വി ഡി സതീശൻ തന്നെയാണ് മുമ്പ് പറഞ്ഞത്, അദ്ദേഹം മുഖ്യമന്ത്രിയായാൽ കേരളത്തിൽ ഒരു RSS ശാഖ പോലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന്. ഇന്നലെ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്താരാ? നല്ല ഒന്നാം തരം RSSകാരനാണ് ആർലേക്കർ. എന്താ ആർലേക്കറെ നിരോധിക്കാൻ അവർ തീരുമാനിക്കൂ? ഇല്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണണം, അല്ലാത്ത മറ്റു കാര്യങ്ങളെ മറ്റു കാര്യമായി തന്നെ കാണണം. ഒരു പൊതുപരിപാടിയിൽ എന്ത് ഗാനം പാടിത്തുടങ്ങണം, എന്ത് പാടിത്തുടങ്ങണ്ടെന്ന് തീരുമാനിക്കേണ്ടത് റിയാസോ റിയാസിൻ്റെ അമ്മായിയപ്പനായ പിണറായി വിജയനോ അല്ല. അത് ഇവിടുത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ അതൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതൊരു നിയമമായിട്ട് തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്. തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വിജയ് മുഖ്യമന്ത്രിയായ ചടങ്ങിലും ഇത്തരത്തിൽ വന്ദേമാതരം മുഴുവൻ ആലപിച്ചുകൊണ്ടാണ്, മുഴുവൻ അത് കേൾപ്പിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ബംഗാളിലും ഇതിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടായില്ല. മറ്റൊരു കാര്യം കൂടി ഹരി ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇന്നലെ ഈ വന്ദേമാതരം ആ വേദിയിൽ ആലപിക്കുമ്പോൾ ആർലേക്കറാണ് അത് മുഴുവൻ അതിന് ഏറ്റു ചൊല്ലിയത്. കാര്യം അദ്ദേഹത്തിന് അറിയാം, അത് എൻ്റെ വരികൾ മുഴുവൻ അറിയാന്നുള്ളതുകൊണ്ട്. മറ്റൊരാൾ കൂടി വേദിയിൽ നിന്ന് ഇത് മുഴുവൻ ചൊല്ലിയിരുന്നു. ആരാണെന്ന് മനസ്സിലായോ? മറ്റൊരാൾ ബംഗാളിൽ നിന്നുള്ള ആളാണ്, ഒരു ക്ലൂ തരാം. കോൺഗ്രസ്സുകാരിയാണ്. ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ്സുകാരി ആർലേക്കറിനൊപ്പം വന്ദേമാതരം ചൊല്ലിയിരുന്നു. എനിക്ക് അറിയില്ല ആരാണ് ഇതിന് ആർലേക്കറിന് ശേഷം. ഞാൻ ആ വേദിയിൽ ഏകദേശം എല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടിയാണ് നിന്നിട്ടുണ്ട്. അല്ല, കേരളത്തിലെ ഇതിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അവരൊരു ബംഗാളുകാരിയാണ്. അതുകൊണ്ട് അവർക്ക് ആ ഗാനം മുഴുവൻ അറിയാം. അവരും ആ ഗവർണർക്കൊപ്പം അത് ചാനലുകളിലെല്ലാം എടുത്ത് കാണിക്കുന്നു. ക്ലോസ് അപ്പിൽ തന്നെ അവരുടെ ഫ്രെയിം കാണിക്കുന്ന കണ്ടിരുന്നു. അവരും അത് മുഴുവൻ ചൊല്ലിയായിരുന്നു. അപ്പോൾ ഇവർക്കാർക്കുമില്ലാത്ത പരാതിയാണ് കളത്തിലെങ്ങും ഇല്ലാത്ത റിയാസിനുള്ളത്, ഇല്ലേ? അതെ അതെ. അല്ല, അതുകൊണ്ടാണ് ഇവർക്ക് ഭാരതത്തിൽ ഒരിടത്തും കിട്ടാതെ. ഒരു പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകണം. ഇപ്പൊ ഇത് റിയാസ് ഇതിൽ അഭിപ്രായ പ്രകടനം നടത്താൻ ഇത് LDF ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങല്ല, ഇത് UDF ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. കേരളത്തിലെ ജനങ്ങൾ LDFനെ വേണ്ടെന്ന് വെച്ചിട്ട് അവർ തിരഞ്ഞെടുത്ത UDF ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. അവിടെ നമ്മുടെ ഭാരതത്തിൻ്റെ അഖണ്ഡതയെ സൂചിപ്പിക്കുന്ന ഒരു ഗാനം, വന്ദേമാതര ഗാനം, നമ്മളെ ഭാരതത്തെ വന്ദിക്കുന്നതാണ്. അമ്മ മാതൃത്വത്തെ വന്ദിക്കുന്നതാണ്, അമ്മ ഭാരതത്തെ വന്ദിക്കുന്നതാണ്. അങ്ങനെ ഒരു പാട്ട് അവിടെ പാടി എന്ന് വെച്ച് ആർക്ക് എന്ത് കുഴപ്പമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ആരുടെ മതവികാരമാണ് വ്രണപ്പെട്ടതെന്നുള്ളത് ഇപ്പോൾ ഇത് കേട്ടവർക്ക് മൊത്തം മനസ്സിലായിട്ടുണ്ട്. അല്ലാതെ ഇത് പിന്നെ വന്ദേമാതരം പാടാതെ അവിടെ എന്താ കലിമ ചൊല്ലണമായിരുന്നോ? അല്ല, അതിനാണ് ഇവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, കലീമ ചൊല്ലിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും അതൊന്നും നടപ്പിലില്ല എന്നാണ്. ഇവർ ഭാരതീയമായിട്ട്, അതായത് ഇത് ഹൈന്ദവീയമാണ് എന്നാണ് പറയുന്നത്. ഈ ഹൈന്ദവീയമായ കാര്യങ്ങളെയൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ ചടങ്ങുകളിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ മാറ്റാൻ ശ്രമിച്ചാൽ ഇവർക്കിവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്താൻ പറ്റില്ല. സത്യമേവ ജയതേ ഉപനിഷത്ത് വാക്യമാണ്. ഇങ്ങനെ ഇനി LIC അവിടെയും ഉപനിഷത്ത് വാക്യമുണ്ട്. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലുള്ള പല സ്ഥാപനങ്ങളിലും സമസ്ത ഡിപ്പാർട്ട്മെന്റുകളുടെയും ആപ്തവാക്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും കോട്ട് ചെയ്ത വരികളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചുക്കും ഒരു സംഭവം, ഇത് കാര്യം ഹരി, ഇത് അതുമാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഈ രാജ്യത്തിന്റെ പേര് ഹിന്ദുസ്ഥാൻ എന്നാണ്, പാകിസ്ഥാൻ എന്നല്ല. ഭാരതീയ സംസ്കൃതി ഹൈന്ദവീയമാണ്. മുഹമ്മദ് റിയാസിന് എത്ര മാറ്റി പറഞ്ഞാലും അതിന് ഒരു മക്ക സംസ്കാരം കിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഹരി ഉൾപ്പെടെ ഉള്ളവർ ഇതിനെ കവർ ചെയ്യുന്നു. അതായത് ഭാരതം
ഭാരതം ആണ് അത് നമ്മുടെ ഒരു വിശാല മനസ്കത കൊണ്ടാണ് അതിനെ ഭാരതമായി കാണുന്നത്. കാര്യം ഇവിടെയുള്ള എല്ലാവരെയും ഒരുപോലെ കാണണം എന്നൊക്കെയുള്ള നമ്മുടെ ഒരു വിശാലമായ ഒരു 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 എന്താ പറയുക, ഒരു ദീർഘം എന്നല്ല, നമ്മളൊരു വീക്ഷണം അതാണ്. അപ്പോൾ ആ രീതിക്കാണ് നമ്മളതിനെ ഭാരതമായി കാണുന്നത്. അടിസ്ഥാനപരമായി ഇത് ഹിന്ദുസ്ഥാനാണ്, ഹിന്ദു രാഷ്ട്രമാണ് ഭാരതം, ഹിന്ദു രാഷ്ട്രമാണ്. അവിടെ എങ്ങനെ നടപ്പാക്കണമെന്ന് ബന്ധപ്പെട്ട ഭരണാധികാരികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ കാലാകാലങ്ങളിലായി ഭാരതത്തിൻ്റെ സംസ്കാരത്തെ തച്ചുടച്ച മുഗൾ ഭരണത്തിൻ്റെ കീഴിലായിരുന്നല്ലോ. അന്ന് കൊണ്ടുവന്ന പേരുകളാണ് ഇവിടുത്തെ സകലമാന റോഡുകൾക്കും സകലമാന കെട്ടിടങ്ങൾക്കും സകലമാന സ്മാരകങ്ങൾക്കും ഒക്കെ നാളിതുവരെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 10 വർഷമായി അതിൽ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇല്ലേ? ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. എല്ലാ റോഡും പോയിട്ടുണ്ട്. കാര്യം എന്തിനാണ് ഭാരതത്തിന്റെ സംസ്കാരത്തെ തച്ചുടച്ച, അല്ലെങ്കിൽ ഭാരതത്തിന്റെ ആരാധനാക്രമങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാക്കിയ, ഭാരതത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഒത്തൊരുമ ഇല്ലാതാക്കിയ ഇത്തരം ആളുകളുടെയൊക്കെ പേരിൽ എന്തിനാണ് ഇവിടെ ചരിത്ര സ്മാരകങ്ങളും ഇതും? എന്തിനേറെ പറയുന്നു, നമ്മുടെ പാഠപുസ്തകങ്ങളിലെ സിലബസ് പോലും വലിയ രീതിയിലുള്ള അതിന്മേൽ അട്ടിമറി ശ്രമം നടന്നിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. NCERT സിലബസിലൊക്കെ വളരെ മഹത്വവൽക്കരിച്ചാണ് ടിപ്പു സുൽത്താനെക്കുറിച്ചും അല്ലെങ്കിൽ ഔറംഗസേബിനെ കുറിച്ചും ഒക്കെ പറയുന്നത്. പക്ഷേ യഥാർത്ഥ ചരിത്രം തേടിപ്പോയാൽ ഇവരൊക്കെ ഭാരതത്തിന് വരുത്തി വെച്ച നാശനഷ്ടങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയ വിലമതിക്കാനാകാത്ത സ്വത്തുക്കൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാം. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് നെതർലാൻഡ്സിൽ നിന്ന് നമ്മുടെ ഒരു ചെമ്പേട് തിരിച്ചിവിടെ ഭാരതത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതുപോലെ ഭാരതത്തിൽ നിന്ന് കടൽ കടന്നുപോയ എത്ര വിലമതിക്കാനാകാത്ത സ്വത്തുക്കളുടെ രാജ്യമാണ് ഭാരതം. ഇത് നമ്മുടെ പരമ്പരാഗതമായി നമുക്ക് കിട്ടിയതാണ്, നമ്മൾ ഉണ്ടാക്കി നമ്മൾ ആർജിച്ചെടുത്തതാണ്. ഇതിൽ പലവയും അവയാണ് ഇത്തരത്തിലുള്ള മുഗളന്മാരും വൈദേശിക ശക്തികളുമൊക്കെ ഇവിടെ വന്ന് മുച്ചൂടും മുടിച്ച് ഇവിടുത്തെ ഉള്ള കാര്യങ്ങൾ കടൽ കടത്തിക്കൊണ്ടുപോയി അവർ അതിൻ്റെ ഒരു എന്താ ലാഭ പങ്ക് പറ്റിയത്. പക്ഷേ ഇന്ന് നമ്മുടെ കുട്ടികളുടെ ചരിത്രം പോലും ഇവിടെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ടിപ്പു സുൽത്താൻ ദി ഗ്രേറ്റ് അല്ലെങ്കിൽ ഔറംഗസേബ് ദി ഗ്രേറ്റ് എന്നുള്ള ടൈറ്റിലോട് കൂടിയാണ് പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ വർഷം വരെയെങ്കിലും ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ ഒരു മാറ്റം വരുന്നുണ്ട് അതിന്. അതെ, സനോജി പറഞ്ഞ കാര്യം വളരെ സത്യമാണ്. കാരണം വളരെ കൃത്യമായ കാര്യമാണ് പറഞ്ഞത്. കാരണം പാഠപുസ്തക കമ്മിറ്റി നിയന്ത്രിച്ചിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഈ മൗലാന അബ്ദുൽ കലാം ആസാദ് പഴയ സിംല കോൺഫറൻസിൻ്റെയൊക്കെ സന്തതിയാണ്. അതായത് ഇന്ത്യക്കെതിരെ പോരാടുവാൻ, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുവാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കുറച്ചുപേർ സംഘം ചേർന്നിരുന്നു. അപ്പോൾ ആ സംഘത്തിൽപ്പെട്ട ആളാണ് ഈ മൗലാന അബ്ദുൽ കലാം ആസാദ്, അല്ലെങ്കിൽ അവരുടെ പിൻതലമുറക്കാരനാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ആ സമയത്ത് തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, യൂണിറ്റി വിത്ത് ഇസ്ലാം ഇസ് എ ഡ്രീം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അന്നത്തെ മുസ്ലിങ്ങളുമായിട്ട്, ഇത്തരം ചിന്താഗതിയിൽപ്പെടുന്ന മുസ്ലിങ്ങളുമായിട്ട് യോജിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരെയും ചൂണ്ടിക്കാണിച്ചിട്ടല്ല, ഇത്തരം ചില ഈ സിംല കോൺഫറൻസിൻ്റെ സന്തതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ നാരോ മൈൻഡഡ് ആയിട്ടുള്ള ചില ആൾക്കാർ നമ്മുടെ പാഠപുസ്തക സമിതിയുടെ ചുമതല വഹിച്ചിരുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സിലബസുകൾ തന്നെ മാറിപ്പോയത്. പിന്നെ വന്ദേ മാതരത്തിൻ്റെ കാര്യം, വന്ദേ മാതരം ഒരു അപ്പീസ്മെൻറ്റ് പോളിസിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ 1937 സെഷനാണ് ഇവർ പറയുന്നത്. ആ സെഷനിൽ നെഹ്റു ആണ് ഇത് ചൂണ്ടിക്കാണിച്ചതെന്നാണ് പറയുന്നത്. നെഹ്റു അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാകും. കാരണം നെഹ്റു ഈ പറയും പോലെ എങ്ങോട്ട് വേണോ വളയുന്ന ഒരു നട്ടലിൻ്റെ ഉടമയാണ്. അത് മാത്രമല്ല, നെഹ്റു മാത്രമായിരുന്നില്ല ഇതിനെ എതിർത്തത്. അന്ന് ഈ ജിന്ന ഐഡിയോളജിയോട് താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളഞ്ഞു നിൽക്കുന്ന രീതിയിൽ കോൺഗ്രസിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇവരെത്രമാത്രം സ്റ്റെപ്പ് ഈ അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട്, ഈ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നടന്നു കയറിയോ അത്രമാത്രം ലീഗ് ശക്തിപ്പെടുകയായിരുന്നു. അങ്ങനെ ലീഗ് ശക്തിപ്പെട്ടാണ് ഏറ്റവും അവസാനം ഭാരതത്തിൻ്റെ വിഭജനത്തോടമെത്തിയത്. ഭാരതത്തിൻ്റെതായ ഒരു സ്വത്വമുണ്ട്, ഭാരതത്തിൻ്റെതായ ഒരു സംസ്കൃതിയുണ്ട്. ആ സംസ്കൃതിയെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഈ രാജ്യത്തിൽ ജീവിക്കുവാനും ഈ രാജ്യത്തിൽ മുന്നോട്ട് പോകുവാനും പറ്റുകയുള്ളൂ. ആ ഭാരതീയ സംസ്കൃതി ഹൈന്ദവീയതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് മറ്റൊരു സംസ്കാരത്തെയും മറ്റൊരു മതത്തെയും എതിർക്കുന്നതല്ല. പക്ഷേ ഇത്തരം ചില സംസ്കാരപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അത് അംഗീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ ഏറ്റവും അധികം മുസ്ലിങ്ങൾ ഉള്ള ഒരു രാജ്യങ്ങളിലൊന്നാണ് ഇന്തോനേഷ്യ. അവിടുത്തെ ഇന്തോനേഷ്യയിലെ എയർപോർട്ടിൻ്റെ പേര് ഒന്ന് നോക്കിയാൽ മതി, നമുക്കത് മനസ്സിലാകും. അത് ഗരുഡയാണ്.
അവിടുത്തെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ കറൻസിയിൽ പോലും ഗണപതിയുടെ ചിത്രം ഗണപതിയുടെ ചിത്രം ആലേഖനം. ഞങ്ങളുടെ സംസ്കാരമാണ് ഞങ്ങളുടെ രാജ്യത്തിൽ കാണുന്നതെന്ന് അവർ പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നാടിൻ്റെ പൊതുവായ സംസ്കൃതി എന്ന് പറയുന്നത് ഹൈന്ദവ സംസ്കൃതിയാണ്. അത് നിങ്ങളിനി എത്ര തേച്ചാലും മാച്ചാലും കാൾ മാർക്സിനെ കൊണ്ട് പ്രതിഷ്ഠിക്കുവാനോ അല്ലെങ്കിൽ മദനിയെ കൊണ്ട് പ്രതിഷ്ഠിക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ ആചാര്യന്മാരെ കൊണ്ട് പ്രതിഷ്ഠിക്കാനോ ഒന്നും സാധിക്കുകയില്ല. ഭാരതമാണ്, ഇത് ഭാരതമായതുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ്. അല്ല, കാര്യം ഇത് സാധാരണഗതിയിൽ ഈ ജനഗണമനയും വന്ദേമാതരവും ഒക്കെ കേൾക്കുമ്പോൾ നെറ്റി ചുളിയുന്നത് പാകിസ്ഥാൻകാർക്കാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ ബ്ലഡാണോ റിയാസിൽ ഓടുന്നതെന്നുള്ളതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? എന്തിനാണ് അദ്ദേഹം ഇത്ര ഇതിലൊരു ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന പാട്ടുകളാണ്, അപ്പോൾ അല്ലെങ്കിൽ ഒരു ഗീതമാണ്. ആ ഗീതിൽ ഇദ്ദേഹത്തിന് ഇത്ര അസഹിഷ്ണുത ഉണ്ടാകേണ്ട കാര്യം എന്താണ് എന്നുള്ളത് ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് നിസ്സാരമായി തള്ളിക്കളയേണ്ട വെറും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആരോപണമായി കാണേണ്ടതില്ല. അതിനപ്പുറം വളരെ ചിന്ത ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. കാര്യം രാജ്യത്തെ തള്ളിപ്പറയുന്നത് പോലെ തന്നെയാണ്, അല്ലേ? അതെ, തീർച്ചയായും. ഇതിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി വന്ദേമാതരം ചൊല്ലിയ സമയത്ത് കേൾക്കാതിരുന്ന വി ഡി സതീശനെ പിടിച്ചെഴുപ്പിക്കുന്ന കാഴ്ച നമ്മളെല്ലാവരും. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ആഴ്ച അത് അവിടെ തമിഴ്നാട്ടിലും പോയി കേട്ടതാണല്ലോ. അതെ, രാഹുൽ ഗാന്ധി ഇപ്പോൾ വന്ദേമാതരത്തിന് അങ്ങനെയുള്ള ഭാഗമായി കഴിഞ്ഞു. അദ്ദേഹം പോകുന്ന മിക്ക വേദികളിൽ ഇത് മുഴങ്ങുന്നുണ്ട്. അങ്ങേർക്ക് ഇത് അംഗീകരിച്ചേ പറ്റൂ, ഇത് കേട്ടില്ല എന്ന് ചെവിയോത്ത് നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. കാരണം അപ്പം അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഏറെക്കുറെ ഇത് അംഗീകരിച്ച് തുടങ്ങി ഒരു വശത്തൂടെ. അല്ല, ഇതിനെ എതിർക്കാനായിട്ട്, അതായത് ഇവിടെ മാത്രം നിന്നാൽ പോരല്ലോ പുള്ളിക്ക്. കാരണം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാത്രം നിന്നാൽ മതി, അവർക്ക് പുറത്തോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വോട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് കൂടെ തമിഴ്നാട്ടിലെ ഇപ്പോൾ കളം മാറ്റി ചവിട്ടി തുടങ്ങിയല്ലോ. അതെ, അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സംസ്കൃതിയെ അംഗീകരിച്ചുകൊണ്ടും ഈ രാജ്യത്തിൻ്റെ പൊതുവായ വികാരത്തെയും അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഈ രാഷ്ട്രത്തിൽ ഭരണം നടത്തുവാൻ പറ്റുള്ളൂ. വന്ദേമാതരം ഈ ദേശത്തിൻ്റെ സ്വത്വത്തെ പ്രകടമാക്കുന്ന ഗീതമാണ്. ആ ഗീതത്തിൽ യാതൊരു തരത്തിലുള്ള അസഹിഷ്ണുതയും കാണിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അത് പാടുക തന്നെ ചെയ്യും, അത് ചൊല്ലുക തന്നെ ചെയ്യും. ആര് എതിർത്താലും ഇല്ലെങ്കിലും അത് നിങ്ങൾക്കിനി എത്ര തന്നെ വരും. ആദ്യം ഇവർ യോഗ എതിർത്തു. അതിനു മുന്നേ തന്നെ ഭാരതത്തെ 16 ഖണ്ഡങ്ങളായി മുറിക്കണം എന്ന് വാശി പിടിച്ച രാഷ്ട്രീയ സ്വഭാവക്കാരാണിവർ. അധികാര തീസീസ് 1946 പാസ്സാക്കിയ അധികാര തീസീസ് എന്ന് പരിശോധിച്ചാൽ മതി. ഭാരതം വിവിധ ദേശീയതകൾ നിറഞ്ഞ ഒരു രാജ്യമാണ് എന്നും ഇതിനെ 16 രാജ്യങ്ങളായി മുറിക്കണം എന്നാണ് അവർ പറഞ്ഞത്. കുറേ നാൾ ഭാരതം സ്വതന്ത്രയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. 1948 ഇവർ കൽക്കത്ത തീസീസ് പാസ്സാക്കി. ഈ രാജ്യത്തിനെതിരായിട്ട്, ഈ രാജ്യത്തിലെ ആൾക്കാർക്ക് രാജ്യത്തിൻ്റെ ഭരണാധിപന്മാർക്ക് നേരെ ആയുധമെടുത്ത് പോരാടണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ്. ഇത് കൊണ്ട് തീർന്നില്ല. അങ്ങനെ ഓരോ ഘട്ടം എത്തിയപ്പോഴും ചൈനയും ഭാരതവും തമ്മിലുള്ള യുദ്ധമെടുത്ത് ചെയ്ത സമയത്ത് ഇവരുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു. ചൈനയുടേതെന്നും ഇന്ത്യയുടേതെന്നും പറയുന്ന ഭാഗത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം നടക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ രക്തം കൊടുക്കുവാൻ പോയ VS അച്യുതാനന്ദനെ ഇവർ വിലക്കി. അങ്ങനെ പലതരത്തിൽ ഇവരുടെ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ജനറൽ സെക്രട്ടറിമാർ, ദേശീയ ജനറൽ സെക്രട്ടറിമാർ മാറിയതും തിരിഞ്ഞതും പോലും എത്രമാത്രം ഭാരത വിരുദ്ധത പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഭാരത വിരുദ്ധത പറയുന്ന, ഇന്ത്യ വിരുദ്ധത പറയുന്ന ആൾക്കാർക്ക് ഇവർ ദേശീയ ജനറൽ സെക്രട്ടറിമാരുടെ സ്ഥാനം കൊടുക്കും. ഒടുവിൽ ഇവർ ചെയ്തതെന്താണ്? നേരെ പോയി സ്റ്റാലിനെ കണ്ടു. സ്റ്റാലിൻ പറഞ്ഞു, നിങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് വരൂ. ആ തയ്യാറാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് സ്റ്റാലിൻ പറഞ്ഞു. വ്യക്തമായി ഒരു പ്ലാനും തയ്യാറാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഇവരുടെ നേതാവായിട്ടുള്ള MV രാഘവൻ്റെ ആത്മകഥയിലാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇവർ എന്തൊക്കെ ചെയ്തു അതെല്ലാം തന്നെ ദേശവിരുദ്ധമാണ്. ഭാരതത്തിനെ ഇവർക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല. ഭാരതത്തിനെ എതിർക്കുന്ന എന്തിനോടും ഇവർ കൂട്ടുകൂടും. ഭീകരവാദത്തിനോട് ഇവർ കൂട്ടുകൂടും. ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ശബ്ദവും ഇവരുടെ ശബ്ദവും ഒന്നാകുന്നത് ഇവർക്ക് അതേ സ്വഭാവമുള്ളതുകൊണ്ടും അവരെ അംഗീകരിക്കുവാനുള്ള മനസ്സുള്ളതുകൊണ്ടും അവരെ കെട്ടിച്ചേർന്ന് പുണർന്നുകൊണ്ടായിരുന്നു. നാറുന്നവനെ ചുമന്നാൽ ചുമക്കുന്നവനും നാറും എന്ന് പറഞ്ഞ പോലെ ഇവർ ഇസ്ലാമിക ഭീകരവാദികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മുഹമ്മദ് റിയാസിൻ്റെ വാചകങ്ങളും ഇപ്പോൾ ആ തരത്തിൽ മാത്രമേ വരുള്ളൂ. ജിന്ന എന്താണോ സംസാരിക്കുന്നത്, നേരത്തെ സനോജി പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എന്താണോ സംസാരിക്കുന്നത് ആ പാകിസ്ഥാൻ വചനങ്ങൾ മാത്രമേ മുഹമ്മദ് റിയാസിനെ പോലുള്ള ആൾക്കാരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഹരി. കാര്യം ഈ CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കടുത്ത പരാജയം
അത് പിണറായി വിജയനിലേക്ക് മാത്രം ആരോപിക്കപ്പെടുമ്പോൾ പിണറായി വിജയന് പിന്നിലുള്ള ഒരു വലിയ മനോരോഗി ഈ റിയാസ് ആണ് എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ നിമിഷം കൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവം സൂചിപ്പിക്കുന്നത്. കാര്യം റിയാസ് പിണറായി വിജയൻ വഴി ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ച ഹൈന്ദവ വിരുദ്ധത അല്ലെങ്കിൽ ദേശവിരുദ്ധതയാണ് ഒരു പരിധിവരെ ഇന്നത്തെ CPM-ൻ്റെ ഈ 8 നിലയിൽ പൊട്ടിയുള്ള നിൽപ്പിൻ്റെ മൂലമായ കാരണം. തീർച്ചയായും. നമസ്കാരം. നമസ്കാരം.